മധ്യപ്രദേശിലെ തലസ്ഥാനമാണ് ഭോപ്പാൽ. ഇൻഡോർ കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് ഭോപ്പാൽ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ നിരവധി തടാകങ്ങൾ ഈ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സ്ഥിതി ചെയ്യുന്നതിനാൽ തടാകങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നു. ഡിസംബർ 3 യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും മീഥേൻ അസറ്റേറ്റ് എന്ന വിഷവാതകം ചേർന്നതിൻ്റെ ഫലമായി ഏകദേശം 20,000 ആളുകൾ മരണമടഞ്ഞ ഭോപ്പാൽ ദുരന്തം ലോകശ്രദ്ധ ഭോപ്പാലിലേക്ക് തിരിച്ചു വിടാനിടയാക്കി. ഇന്നും ആളുകൾ ഈ ദുരന്തത്തിൻ്റെ തിഗ്നം കൊണ്ടിരിക്കുകയാണ്. പർമാര രാജാവായ ഭോജൻ ആണ് ഈ നഗരം സ്ഥാപിച്ചതെന്നും ആദ്യ നാമം ഭോജ്പാൽ എന്നായിരുന്നുവെന്നും കരുതപ്പെടുന്നു. പ്രകൃതിയുടെ ഭംഗി അത്രയും സൂപ്പറായിട്ടാണ് ഭോപ്പാലിൽ ഉള്ളത്. നമുക്ക് ഒരുപാട് ഒന്ന് കണ്ടു നോക്കാം. ഭോപ്പാൽ ദുരന്തം പലർക്കും അറിയത്തില്ല. ബ്രഹ്മപുരത്ത് പുക പടർന്നപ്പോൾ പലരും 38 വർഷം പിന്നിലേക്ക് പോയി. ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ വ്യാവസായിക ദുരന്തമായ യൂണിയൻ കാർബൈഡ് ഓർമ്മയിലെത്തി. വിഷപ്പുക എന്ന് കേൾക്കുമ്പോഴേ എന്നും നമ്മുടെ ഒരു മനസ്സിൽ ഭോപ്പാൽ തെളിഞ്ഞു വരുന്നു. ഭോപ്പാൽ ദുരന്തത്തിന് കാരണം വാതക ചോർച്ചയുണ്ടായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയും പരിസരവും ഇപ്പോൾ കാട് കയറിക്കുകയാണ്. എന്നാൽ ഉടൻ ആശുപത്രി, മ്യൂസിയം ഒക്കെയായി പുത്തൻ രൂപത്തിലേക്ക് ഇവിടം മാറും. വ്യവസായ ദുരന്തഭൂമി എന്ന പേരിൽ നിന്നും ഭോപ്പാൽ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ചു ഭംഗിയേറിയ സ്ഥലങ്ങൾ നമ്മൾ റെയിൽവേയിൽ പോകുമ്പോഴാണ് കണ്ടത്. പിന്നെ ഭോപ്പാലിലെ യുവജനതയ്ക്കു തങ്ങൾ വസിക്കുന്ന സ്ഥലം ഒരു ദുരന്ത ഭൂമിയാണെന്ന് മാത്രമേ അറിയൂ. എന്നാൽ മുതിർന്നവർക്ക് നെഞ്ചു പിളരുന്ന വേദനയാണ് ഭോപ്പാൽ ദുരന്തം സമ്മാനിച്ചത്. 1986 ഡിസംബർ 2 അർദ്ധരാത്രിയിലായിരുന്നു അപ്രതീക്ഷിതമായ ദുരന്തം കാറ്റിൽ പടർന്നെത്തിയത്. യൂണിയൻ കാർബൈഡ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ ഭോപ്പാലിലുള്ള കീടനാശിനി പ്ലാന്റിൽ നിന്നും മീഥേൻ ഐസോ സൈനൈഡ് എന്ന വിഷവാതകം ചോരുകയായിരുന്നു. മീഥേൻ ഐസോ സൈനൈറ്റ് ഉപയോഗിച്ച് സെവിൻ എന്ന കീടനാശിനി ഉണ്ടാക്കുക പ്ലാന്റായിരുന്നു ഭോപ്പാലിൻ്റേത്. രാത്രി 11:30 പ്ലാന്റിലെ ജീവനക്കാർക്ക് കണ്ണെരിച്ചിൽ അനുഭവപ്പെട്ടതോടെയാണ് എവിടെയോ വാതക ചോർച്ചയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്. അപ്പോഴേക്കും AMC ടാങ്കിൻ്റെ താപനിലയും മർദ്ദവും ക്രമാതീതമായി കൂടി മുകളിലേക്കുള്ള കോൺക്രീറ്റ് സ്ലാബ് ശബ്ദത്തോടെ ഇളകാൻ തുടങ്ങി. അതിൽ നിന്നും വിഷവാതകം മരണദുരിതമായി പുറത്തേക്ക് ഒഴുകി. ഉറങ്ങിക്കിടരുന്ന ജനങ്ങൾ കണ്ണുനീറ്റലും ശ്വാസതടസ്സവും കാരണം പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്കൂടി. മണിക്കൂറുകളിൽ ഭോപ്പാൽ മണ്ണിൽ എങ്ങും മൃതദേഹങ്ങൾ മാത്രമായി. 3700